ഹലോ, വെൽക്കം ബാക്ക്. ഇത് നമ്മൾ പോപ്പുലർ സ്വീറ്റ് ആയിട്ടുള്ള ബക്ലാവാണ് ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഫൈലോ പേസ്ട്രി, അതായത് ബക്ലാവിൻ്റെ പേസ്ട്രി വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ബക്ലാവ ഷീറ്റ്സ്. ഇത് ഫ്രീസർ സെക്ഷനിലൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്, നാട്ടിലും ഒക്കെ ഇപ്പം കിട്ടും. അപ്പം നമുക്ക് ഇതിൻ്റെ 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ വാങ്ങിയത്. പിന്നെ അതിലേക്ക് വേണ്ടിയത് പിസ്താഷ്യൂസും ആൽമണ്ട്സുമാണ്. നമുക്ക് പിസ്ത മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ പിന്നെ 250 ഗ്രാമിൽ കുറച്ച് അധികം പിസ്താഷ്യൂസും പിന്നെ കുറച്ച് ആൽമണ്ട്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. നമുക്ക് പിസ്ത മാത്രം മതിയെങ്കിൽ പിസ്ത മാത്രം എടുക്കുക. ഇനി അതിൽ കാഷ്യൂ നട്ട്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. അത് മൊത്തത്തിൽ 250 ഗ്രാം എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുനാരങ്ങൻ്റെ തോലില്ലേ, ആ തോല് ഒന്ന് ചുരണ്ടി എടുത്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് എന്താ പറയുക, ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഞാനും ജസ്റ്റ് നമ്മൾ തോല് കളയുന്ന ആ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് ഒരു 3-4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ, ചെറിയൊരു ചെറുനാരങ്ങൻ്റെ അരഭാഗം ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. അത് ഓപ്ഷനാണ്, ഉണ്ടെങ്കിലും മതി, നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ നമുക്കൊരു 1-2 ഡ്രോപ്സ് ഉറ്റിച്ച് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ സ്പ്രേ മോഡലാണ്, അതിനെക്കൂടെ ഞാനൊരു 2 പഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടണിയാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് 150 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇതാ നമ്മൾ നേരത്തെ ആൽമണ്ട്സും പിസ്തയും കൂടിയും ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഞാനൊരു 4-5 ടേബിൾ സ്പൂൺ മാറ്റി വെക്കുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച നമ്മൾ ബക്ലാവ ഷീറ്റ്സ് പാക്കറ്റ് പൊട്ടിക്കുന്നുണ്ട്. നമുക്ക് വലിയ ഷീറ്റായിട്ടാണ് ഇത് കിട്ടുക. ഇത് നമ്മളെ പാത്രത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടി ചെയ്തത്. ചിലത് കട്ടായിട്ട് വരുന്നുണ്ട്, ഇതിപ്പോൾ കുറച്ച് വലിയ ഷീറ്റായിട്ടാണ് വരുന്നത്. അപ്പം നമ്മളെ ബേക്കിംഗ് ഡിഷുമായിട്ട് നമുക്ക് ഏത് രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നമുക്ക് എടുക്കാം. അല്ല, ഇത്രയും വലിപ്പമുള്ള ഷീറ്റാണ്. അപ്പോൾ നമ്മൾ പാത്രത്തിനനുസരിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുത്താൽ വേണ്ടി മതി. പിന്നെ പാക്കറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം പൊട്ടിച്ചാൽ മതി. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പം പാക്കറ്റ് പൊട്ടിക്കുക, അല്ലെങ്കിൽ വേഗം ഇത് ഡ്രൈ ആയി പോകും ഈ ഷീറ്റ്സൊക്കെ. ഇനി ഇതാണ് എൻ്റെ ബേക്കിംഗ് ഡിഷ്. ഞാൻ അപ്പോൾ അതിന് അനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെനിക്ക് നേരെ ഹാഫാക്കിയാൽ ഈ പാത്രത്തിൽ കറക്റ്റ് കൊള്ളും. അപ്പോൾ ഞാനിത് നേരെ ഹാഫാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് അസംബിൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ 2 വഴിയുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഓരോ ഷീറ്റും വെച്ചിട്ട് ഇടയിലൊക്കെ ബട്ടർ തേച്ച് കൊടുക്കാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ ഹാഫ് വെച്ച് കൊടുത്തിട്ട് ഹാഫ് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കി ഹാഫും കൂടി വെച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഇതിപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്തില്ലേ, ആ കട്ട് ചെയ്ത ഹാഫ് ഭാഗത്തുനിന്ന് ഒരു 3-4 ഷീറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ തേച്ച് കൊടുത്തിട്ട് പിന്നെ ഇതേപോലെ 3-4 ഷീറ്റ് എടുത്ത് അങ്ങനെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധിക ലെയറിലേക്കും വേഗം ബട്ടർ എത്തിക്കോളും. ഇനി ഞാൻ ഹാഫ് കട്ട് ചെയ്തതിന് ഒരു 3-4 പീസ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ചധികം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഒരു 3-4 പീസും കൂടി വെച്ചിട്ട് നമ്മൾ ഈ ഹാഫ് പോർഷന് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ പിസ്താഷ്യൂസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാത്രത്തിനനുസരിച്ച് നമുക്ക് ഏത് രീതിയിലും ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം.
നമ്മളെ ഷീറ്റ് എങ്ങനെയാണോ അവൈലബിൾ അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മളെ പാത്രത്തിനും കൂടി അനുസരിച്ചിട്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ റെക്റ്റാങ്കിൾ ഡിഷൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം പണി ഉണ്ടാവില്ല. ജസ്റ്റ് ഹാഫാക്കി കട്ട് ചെയ്താൽ നമുക്കിതിൽ കറക്റ്റായിട്ട് കൊള്ളും. അപ്പോൾ അതാ നമ്മൾ ഹാഫ് പോർഷൻ്റെ ലാസ്റ്റ് ഭാഗം കൂടിയും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പിസ്താഷ്യൂസ്, നമ്മൾ ക്രഷ് ചെയ്തെടുത്ത പിസ്താഷ്യൂസും ആൽമണ്ട്സും ഇല്ലേ, അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മളൊരു 5-6 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അതല്ലാത്ത ബാക്കി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പട്ട പൊടിച്ചതിൽ അത് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബട്ടർ ഒന്നും കൂടി ഒന്ന് ഒരു ടീസ്പൂണൊക്കെ ജസ്റ്റ് ഒന്ന് മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ഷീറ്റ്സ് നേരത്തെ ചെയ്ത പോലെ 3-4 ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള ഹാഫ് പോർഷനും കൂടിയും നമുക്ക് സെയിം റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓരോ ഷീറ്റ് വെച്ചിട്ടും ബട്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് പോർഷൻ വെച്ചിട്ട് ബട്ടർ ചെയ്തിട്ട് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് പിസ്താഷ്യൂസ് വെച്ചിട്ട് ബാക്കി ഹാഫും കൂടി വെച്ചിട്ട് നമുക്ക് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റ് പോർഷനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് കുറച്ച് ഇതിലൊരു പണിയുള്ള കാര്യം. കാരണം നമ്മൾ എല്ലാ സ്റ്റഫിങ്ങും വെച്ചിട്ട് കട്ട് ചെയ്യാൻ കുറച്ച് പണിയാണ്. നമ്മൾ മൂർച്ചയുള്ള കത്തി നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. വേണമെങ്കിൽ ചെരിച്ച് ട്രയാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ സ്ക്വയറായിട്ടോ എങ്ങനെയാ വെച്ചാൽ കട്ട് ചെയ്തിട്ടെടുക്കാം. താഴത്ത് വരെ കട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് കത്തി താഴത്ത് തട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി നോക്കാം. എന്നാലേ നമുക്ക് ഈസി ആയിട്ട് നമ്മളിത് ബേക്ക് ചെയ്തിട്ട് നമുക്ക് പീസായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാ ഞാൻ നേരെ കട്ട് ചെയ്തിട്ട് ഇനി ബാക്കി സൈഡിലും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും കട്ട് ചെയ്തിട്ട് കറക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഒന്ന് ബാക്കിയുള്ള ബട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്യാപ്പും സൈഡിലും എല്ലാം നമുക്ക് ഈ ബാക്കിയുള്ള ബട്ടർ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മൊത്തം 150 ഗ്രാം ബട്ടറാണ് നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്.
ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ബേക്ക് ചെയ്തിട്ടെടുക്കുക. ജസ്റ്റ് കളറൊക്കെ ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ 170 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ ബക്ലാവ അവിടെ അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് നമുക്കിത് കിട്ടേണ്ടത്. മുകളിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ചൂടോടുക്കെ തന്നെ ബക്ലാവ ഓവനിൽ എടുത്ത പാട് നേരത്തെ തണുത്ത നമ്മളെ ഷുഗർ സിറപ്പില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ ചൂടിൽ തന്നെ ഒഴിക്കുമ്പോഴേ ഇതിലേക്ക് സോക്കായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ ഓവനിൽ എടുത്ത പാട് തന്നെ ഈ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഗ്യാപ്പിലൊക്കെ എത്തുന്ന രീതിയിൽ മൊത്തമായിട്ട് ഈ 1 കപ്പ് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച കുറച്ച് നട്ട്സ് ഇല്ലേ, അത് ഇതിന് സൈഡിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബക്ലാവ ഇവിടെ സെർവ് ചെയ്യുക. ഒന്നും റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് കഴിക്കണമെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് കൂടുതൽ നമ്മൾ കീപ്പ് ചെയ്യുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുക ചെയ്യാം. അതാ നമ്മളെ അടിപൊളി ബക്ലാവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കഴിച്ച് നോക്കുക. നല്ല അടിപൊളി സ്വീറ്റാണ്. തുർക്കിയിലൊക്കെ പോപ്പുലറായിട്ടുള്ള സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.